ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും വിജനമായ സ്ഥലങ്ങൾ ഇവിടെ നിന്നല്ല, കേരളത്തെ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ. പക്ഷേ എവിടെ പോയാലും ശരി, എത്ര വിജനവും എത്ര ആൾതാമസമില്ലെന്ന് പറഞ്ഞാലും കിലോമീറ്ററോളം സ്ഥലത്ത് നമുക്ക് സേഫായിട്ട് നമുക്ക് രാത്രിയും പകലൊന്നുമില്ലാതെ നടക്കാൻ പറ്റും. 100% ഉറപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇത്ര ഈ 3 വർഷത്തെ യാത്രയ്ക്കിടയ്ക്ക് വരും. അതുപോലത്തെ ഒരു റൂട്ടാണ് ഈ വാളാടി, അതായത് കേക്ക് റോഡിൽ വാളാടി എന്ന സ്ഥലത്തു നിന്ന് വലത്തോട് തിരിഞ്ഞ്, അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ നമ്മൾ വാളാടിന് ഇടത്തോട് തിരിഞ്ഞു അവിടെ മുതൽ ചെങ്കര വഴി മുന്നോട്ടുള്ള ഈ വഴി എന്ന് പറയുന്നത് ഒരു അന്യായ വൈബുള്ള സ്ഥലം തന്നെ കേട്ടോ. ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുമളിക്കും വണ്ടിപ്പേറിന് ഇടയ്ക്കൊന്ന് ഇടുക്കിക്ക് പോകുന്ന ഒരു റൂട്ടുണ്ടെന്ന്. ഒരിക്കൽ ഞാൻ ആ റൂട്ടിൽ ജസ്റ്റ് ഒന്ന് കുമളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് ആ റൂട്ടിൽ പോയി. ഭയങ്കര നിശബ്ദമായ തീരത്തോട്ടങ്ങളും കാടിൻ്റെ മൂടും ഒക്കെയാണ്. ആകെപ്പാടൊരു വന്യമായ ഒരു ഫീലാണ്. ഞാനൊരു 3-4 കിലോമീറ്റർ പോയതുള്ളെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഫീലായിരുന്നു എനിക്ക്. വാളാടി മേപ്പുറമൊക്കെ കന്നിമാർച്ചോല ഇവിടുന്ന് എടുത്തോട്ട് ചെങ്കര, ചപ്പാത്ത്, കട്ടപ്പന. ഈ റൂട്ട് ഞാൻ പണ്ടൊരിക്കൽ പോയി. അന്നൊരു 2-3 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഇതൊന്നും വെള്ളമൊന്നുമില്ല, പാലമൊക്കെ ആണ്, പക്ഷെ അതിലൊന്നും വെള്ളമില്ല. അവിടുന്ന് നമ്മളിപ്പോൾ ഒരു 2 കിലോമീറ്ററിനടുത്തായി കേട്ടോ. അപ്പോഴത്തേക്കിനെ പെട്ടെന്ന് അന്തരീക്ഷം മാറും. നല്ല ബ്യൂട്ടിഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. ഹോപ്സ് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ എസ്റ്റേറ്റൊക്കെ. യാതൊരുവിധ മനുഷ്യരുടെ ആക്ടിവിറ്റീസ് ഒന്നും കാണാനില്ല, ആരുടെ ശല്യവും ഇല്ല, ഒരനക്കവും. ഒറ്റ കുറവുള്ളൂ, തണുപ്പ്. സ്വല്പം മഴച്ചാറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന കിട്ടില്ല. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ, ആദ്യമായിട്ട് വന്നപ്പം ഒരു രക്ഷയില്ല സ്ഥലം കേട്ടോ. ഇപ്പം ആ ഒരു ഗ്രീനറിയൊക്കെ കുറഞ്ഞു, അങ്ങനെ കുഴപ്പമില്ല. ഒച്ചപ്പാടും വെള്ളമൊന്നുമില്ല, സമാധാനമായിട്ട് പോകാനായിട്ട് പറ്റിയ സ്ഥലമാണ്. നമ്മൾ കുമളി റൂട്ടിൽ പോകുമ്പോൾ വണ്ടിപ്പേർ കഴിഞ്ഞൊരു 2-2.5 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് ചെങ്കരയ്ക്ക് പോകുന്നത്. ചെങ്കര, ചപ്പാത്ത, കട്ടപ്പന റൂട്ടാണിത്. അപ്പോൾ ആ റൂട്ട് പണ്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ 2-3 കിലോമീറ്റർ വരെ ഞാൻ പോയിട്ടുള്ളൂ. വളരെ മനോഹരമായ സ്ഥലമാണ്. മുന്നോട്ട് പോകുമ്പോഴെന്നൊക്കെ ആയിട്ട് ഞാൻ പോയതാണ്. അന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചു കണ്ട് അത്യാവശ്യം തിരിച്ചു പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ ആ റൂട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു, ഇടയ്ക്ക് നിർത്തുന്നൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ട്. പക്ഷേ അതല്ല, നമ്മളിവിടെ യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഈ അറിയാൻ വേണ്ടാത്ത ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ കയറി പോകാൻ പറ്റുന്ന നല്ല റോഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾ താമസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ പോകാൻ പറ്റുന്നിടത്തൊക്കെ ഇച്ചിരി കയറി പോകാന്നുള്ളേ ഉള്ളൂ. വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് ഈ ചെറിയ കൈവഴി ഇടവഴി ചുമ്മാ കയറുന്ന കാര്യമല്ല പറഞ്ഞത്. നല്ല റോഡ് കണ്ടാൽ അത് ഇടത്തോട്ടാണോ അങ്ങനെ അടുത്തൊക്കെ നമ്മൾ പോയി നോക്കണം. അങ്ങനെ പോയി നോക്കുമ്പോഴായിരിക്കും അറിയാൻ പാടില്ലാത്ത കുറേ സ്ഥലങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വഴിയിൽ ഒരാളെ കാണുന്നു, നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, അവർ പറഞ്ഞു തരും. കാരണം നമ്മൾ ദൂരെ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അത് ഞാനങ്ങനെ പലപ്പോഴും പറയും, ചേട്ടാ ഞാനിങ്ങനെ സ്ഥലം കാണാൻ വരുന്നതാണ്, ഇവിടെ അല്ല വീട്, കോട്ടയത്തുനിന്ന് വരുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പറ്റുന്ന അവർ പറഞ്ഞു തരും. അങ്ങനെ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോകാൻ. അല്ലാതെ എല്ലാ കാര്യങ്ങളൊന്നും ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ഒന്നും കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ഈ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും റിമോട്ടായ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാ നാട്ടുകാർക്കാണത് കൃത്യമായിട്ട് അറിയാവുന്നത്. അപ്പം നമ്മളത് എങ്ങനെയൊക്കെ ചോദിച്ചും കണ്ടും സമയമുണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ളേ ഉള്ളൂ. ഇത് ബസ് പോകുന്ന റൂട്ടാണ്, ഒക്കെയാണ്. വല്ലപ്പോഴും കാറുകളും ബൈക്കുകളൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ പോകുന്ന ഇത്രയും കിലോമീറ്ററോളം ഒരു കടയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം കൊണ്ടും ഒരു വളരെ കാമായ ഒരു നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുക, എവിടെയൊക്കെ നിൽക്കുക, ഇരിക്കുക, പോവുക, അങ്ങനത്തെ സ്ഥലമാണ്. ഭയങ്കരമായിട്ട് തണുപ്പ് മിസ് ചെയ്യുന്നു കേട്ടോ. തണുപ്പ് ഒട്ടും തണുപ്പില്ല, നല്ല ചൂടാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. റോഡ് ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങനെ കുറച്ചുനേരം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ വിട്ടങ്ങ് പോയാൽ ശരിയാവത്തില്ല. നമ്മൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വേണം പോകാൻ. തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു ഫീൽ കേട്ടോ. ഒരു അനക്കവുമില്ല, ശാന്തം, സമാധാനം. ഈ റൂട്ടിൻ്റെ രസം എന്ന് പറയുന്നത് ഈ 2 സൈഡിലും വീടുകളൊന്നും തന്നെ ഇല്ല. എല്ലാം അങ്ങ് പൊക്കത്തിൽ ദൂരെ നമുക്ക് കാണാം.
ഇവിടുത്തെ വീടുകളായിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഒത്തിരി ദൂരമല്ല, അല്ലാതെ ഇവിടെ ആളനൊക്കെ ഒന്നുമില്ല ഈ ഏരിയ ഒന്നും. ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ള വ്യൂ ഒക്കെ ഇതിനകത്തൂടെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ആ നേരിൽ കാണുന്ന ആ ഭംഗി എന്തായാലും ഗോപ്രോയിലൂടെ ഒന്ന് കിട്ടുമോ എന്ന് വലിയ ഡൗട്ടാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഞാനിങ്ങനെ നിർത്തി പോയി, ഇടയ്ക്കിടയ്ക്ക് നിർത്തും, ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരിക്കും. തണുത്തിരുന്നാൽ മതി, അത്യാവശ്യം തണുപ്പ് കിട്ടും കാറ്റത്ത്. ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട്, പിന്നെ 1-2 KSRTC ബസ്സുകളും കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് മുബാറക് എന്ന പ്രൈവറ്റ് ബസ്സുകളാണ്. അത് ഈ വണ്ടിപ്പെരിയാർ ഭാഗത്ത് എപ്പോഴും കാണാം മുബാറക്. ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ ബസ്സുണ്ട്. ഞാനൊരു 3-4 പ്രൈവറ്റ് ബസ് ഈ റൂട്ടിൽ ഇപ്പോൾ കണ്ടു. അത് 4 മുബാറക്കായിരുന്നു, പിന്നെ 1-2 KSRTC. പന്തടിക്കളം ആളനൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരു വന്യമായ ഫീൽ കിട്ടുന്നുണ്ട് കാട്ടിലൊക്കെ ചെത്തുന്നത്. പക്ഷെ കാടുള്ളതാണ്. തേയിലെല്ലാം എന്തോ തളിച്ചിട്ടുണ്ട്. ഇനി കീടനാശിനി വല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കതിനെക്കുറിച്ച് ആരും ഐഡിയയില്ല. തേയില ചെടികളുടെ മണ്ടയ്ക്ക് ഒത്തിരി കാണാം ഇങ്ങനെ, പിന്നെ എന്തോ ഇങ്ങനെ പൊടി വാരി ഇട്ടിരിക്കുന്ന പോലെ. എന്തെങ്കിലും മരുന്ന് കളിച്ചായിരിക്കും. മൊത്തം ഈ കാണുന്ന സകല സാധനത്തിലും ആദ്യം തളിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും റോഡ് സൈഡിൽ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മുഴുവൻ ഈ തേയിലയും പിന്നെ മരങ്ങളും തന്നെ. ഭയങ്കര ഭംഗിയ സ്ഥലം. ആനവിലാസം ചെങ്കര ചപ്പാത്ത്. അങ്ങോട്ട് ഒരു റോഡ്, ഇങ്ങോട്ട് ഒരു റോഡ്. പിന്നെ എങ്ങോട്ടായിരിക്കും പോകുന്നത്? പക്ഷെ ആനവിലാസം അങ്ങോട്ടാണ്. കാരണം എനിക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്, ചെങ്കര. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതിലെ പോയാൽ വെള്ളാരംകുന്നിന് പോവാം, അവിടെ പിന്നെ കുമളിക്ക് പോവാം. ഓ അങ്ങനെ പോലെ. അതിലെ പോയാൽ ചെങ്കര അങ്ങനെ കറങ്ങി. കറങ്ങുന്ന കുഴപ്പമില്ല, എനിക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ മതി. എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. എവിടെയാ? കോട്ടയം. ഇതുപോലെ ചെങ്കര വരെ മൂങ്കലാർ വരെ എസ്റ്റേറ്റാ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 6ന്റെ തീരമുണ്ട്. ആണോ? എന്നാ അങ്ങോട്ട് ശരി. നമുക്ക് ഈ റൂട്ട് തന്നെ നല്ലതെന്ന് തോന്നുന്നു. കാരണം കാഴ്ചകൾ നല്ല രീതിയിലുണ്ട്, നല്ല വൈഡായിട്ടുള്ള വ്യൂസ്. നമ്മളെങ്ങനെ പോലും ഇതുപോലെ ഈ നല്ല വിശാലമായ കാഴ്ചകൾ. അത് ഇതിനകത്ത് എങ്ങനെ പതിയുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മഴ തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഇതിലേ വരും. കാരണം അതുപോലെ സ്ഥലം നമുക്കൊരു ശല്യവുമില്ല, ആരുടെയും ഒന്നും കാണുകയും വേണ്ട, ഒച്ചപ്പാടും ഇല്ല, ബഹളവും ഇല്ല. മഴ തുടങ്ങിയിട്ട് വീണ്ടും വരണം. എത്ര നേരം വേണമെങ്കിലും ഈ കാഴ്ചകളും കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമല്ലേ. നമ്മൾ പോകുമ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം പോകാൻ കേട്ടോ. പ്രത്യേകിച്ച് കാറിനും ബസ്സിനുമൊക്കെ വരുമ്പോൾ, കാറിനും അതുപോലെ വലിയ വീടുകളൊക്കെ വരുമ്പോൾ. കാരണം ഈ റോഡൊക്കെ ഉണ്ടോ, എഡ്ജ് എല്ലാം, ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ എഡ്ജിന് വെളിയിൽ പോയാൽ ആ പ്രശ്നമാകും. വഴിക്ക് തീരെ വീതിയില്ല, ഒരു ബസ്സിന് കഷ്ടിച്ച് പോവാം. നല്ല മഞ്ഞും കോടയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇതിൽ വരുമ്പോൾ അത്യാവശ്യം സൂക്ഷിച്ചാണ് വേണം വരേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വഴിക്കൊട്ടും വീതിയില്ല. അപ്പോൾ ഒരു വണ്ടി എതിരെ വരുമ്പോൾ ഒന്ന് നമ്മൾ ക്രോസ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നേരത്തുമൊക്കെ സൈഡിൽ പലയിടത്തും റോഡ് ഇളകിക്കുന്ന കിടപ്പുണ്ട്. പലയിടത്തും ഞാൻ കണ്ടു സൈഡ് റോഡ് പൊട്ടി കുഴിഞ്ഞു കിടക്കും ഇടത്ത് സൈഡൊക്കെ. അപ്പോൾ ദൂരെ നിന്ന് കണ്ടാൽ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഈ കോടയും മഞ്ഞൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു ക്ലൈമറ്റ് ഇതുവരെ ഇത്രയും ദൂരം ഞാൻ വന്നിട്ടേ ഇല്ല. അങ്ങനെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതി. ഒന്ന് ഇമാജിൻ ചെയ്യുക, സങ്കല്പിച്ച് ചോദിക്കുക. വൈകുന്നേരം ഒരു 5 മണി സമയത്തൊക്കെ ഈ ഏരിയയിൽ കൂടെ നല്ല ക്ലൈമറ്റ്, തണുപ്പും അത്യാവശ്യം മഴച്ചാറ്റമൊക്കെ ഉള്ളപ്പം വരുന്നത് ഈ റൂട്ടിൽ കൂടെ. ഇവിടെ ലെഫ്റ്റിൽ കൂടെ ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. പുഴ ആ ചേട്ടൻ പറഞ്ഞത് തന്നെ ഒരു ക്യാമറയിൽ കിട്ടില്ല. എന്നാ രസം വൈഡായിട്ട് കിടക്കും സ്ഥലം നോക്കി. ഇവിടെ താഴെയായിട്ടാണ് അടുത്ത സൈഡിൽ കൂടെ പുഴ പോകുന്നത്. വല്ലപ്പോഴും ഇങ്ങനൊരു വണ്ടി പോകും. മുമ്പേ കണ്ട ആ ചേട്ടൻ പറഞ്ഞിടത്തോളം വെച്ച് എനിക്ക് മനസ്സിലായത് ഈ റൂട്ട് ശരിക്കും നേരെ പോകുന്നത് നമ്മുടെ ഏലപ്പാറ കട്ടപ്പന റൂട്ടിലെ കേച്ചപ്പാത്ത് എന്ന സ്ഥലമുണ്ട്. കേച്ചപ്പാത്ത് അവിടേക്ക്, അതായത് നമ്മുടെ കുട്ടിക്കാനത്തു നിന്ന് നമ്മൾ ഏലപ്പാറ കട്ടപ്പന പോകുന്ന റൂട്ടിലാണ് ഈ കേച്ചപ്പാത്ത്. ചെറിയൊരു സ്ഥലം. ആ കേച്ചപ്പാത്തിലേക്കാണ് ഈ റോഡ് ചെന്നിറങ്ങുന്നത്. ഞാൻ ശരിക്കും ഇത് വേറെ ഏതോ വഴി കൂടെ നമ്മൾ ഇടുക്കിയുടെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കട്ടപ്പനയ്ക്ക് അങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇതുപോലെ പല ഭാഗങ്ങളും ഉണ്ട്. അതായത് വണ്ടികൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാകും ചോദിച്ചാൽ ഇപ്പോൾ തന്നെ 2 ബസ്, ഒരു ബസ് അവിടെ നിന്നും
ഒരു ബസ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ എങ്ങനെ ഇവിടെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് ഈ വഴികൾ മൊത്തം. ഇത് പല ഭാഗങ്ങളെയും ശ്രദ്ധിച്ചത്. മിക്ക ഭാഗങ്ങളുടെ റോഡിന് ഒട്ടും വീതിയില്ല. ഇത് ഇപ്പം എന്താണ് ഇവിടെ ഒരു വീടാന്ന് തോന്നുന്നു. വീടല്ലേ? അതെ, വീടാ. ഇത്രയും റോഡിൻ്റെ അരികത്തൊരു വീട് 7.5 കിലോമീറ്റർ ശേഷമാണ് കാണുന്നത്. ഈ ഇടത്തെ സൈഡിലൊക്കെ ഏലക്കൃഷിയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാപ്പി കൃഷി, ഏലക്കൃഷി, പിന്നെ അല്ലാത്തതിനെ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഇതൊക്കെ കാണാം ഇവിടെയൊക്കെ. 2 സൈഡും ഒരു കാട് വൈബാണ്, പക്ഷെ കാടല്ല, മൊത്തം കൃഷിയും കാര്യങ്ങളാണ്. താഴെ കൂടെ വറ്റി വരേണ്ട ഒരു ചെറിയ അരുവിയൊക്കെ പോകുന്നുണ്ട്. വലത്തോട്ട് പോയാൽ വെള്ളാരംകുന്ന്. ആ ചേട്ടൻ പറഞ്ഞ വഴി അതായിരുന്നു കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞ വഴി അത്. നമ്മൾ അതിലെ വന്നില്ല, നമ്മൾ ഇപ്പുറത്തൂടെ വന്നു. പെട്ടെന്ന് വീണ്ടും അന്തരീക്ഷം മാറി ഏലത്തോട്ടങ്ങൾ കഴിയുന്നു. ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും വിജനമായ സ്ഥലങ്ങൾ ഇവിടെ നിന്നല്ല, കേരളത്തെ എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ. പക്ഷേ എവിടെ പോയാലും ശരി, എത്ര വിജനവും എത്ര ആൾതാമസമില്ലെന്ന് പറഞ്ഞാലും കിലോമീറ്ററോളം സ്ഥലത്ത് നമുക്ക് സേഫായിട്ട് നമുക്ക് രാത്രിയും പകലൊന്നുമില്ലാതെ നടക്കാൻ പറ്റും. 100% ഉറപ്പായിട്ടും എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ 3 വർഷത്തെ യാത്രക്കിടയ്ക്ക് ഒരു തരത്തിൽ നമുക്ക് ഒരിടത്തോളം നമ്മൾ അൺസേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്രയൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ കേരളം എത്രമാത്രം സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. മറ്റുള്ള ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റുകളിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കേട്ട് ഈ കർണാടകയിലോട്ടൊക്കെ വൈകുന്നേരം ഒരു 10 മണി 11 മണിക്ക് ശേഷം ഹൈവേ കൂടെ പോലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി. ഹൈവേയിൽ കൂടെ പോലും കുമളി വലത്തേക്ക് ചപ്പാത്ത് നേരെ. അപ്പം നമുക്ക് നേരെ പോകാം. ഈ ആള് കണക്കുമില്ല എന്നൊക്കെ ചെറുക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് എങ്ങനെയാണ് പോകുന്നതെന്ന്. അതായത് അത് തോന്നുന്നത് ശരിക്കും അതിന് യാത്ര ചെയ്ത് ശീലമില്ലാത്തവർക്കാണ്. അതായത് അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഈ ആൾ കണക്കില്ലാത്തവർക്ക് എങ്ങനെ പോകും. ഞാൻ പലപ്പോഴും പല വീഡിയോകളുടെ ഇടയിൽ കമൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് സൂക്ഷിച്ച് വേണം പോകാൻ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം പോലെ ഒരു സേഫായൊരു സ്ഥലം ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ 4 വർഷമായിട്ട് യാത്ര ചെയ്യുന്നത് മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം അത്. നമ്മൾ പകല് എവിടെ പോയാലും രാത്രിയാണെപ്പോൾ എനിക്ക് സേഫായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇവിടെ എല്ലാം പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അപ്പം എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യം ഇതാണ്, നമുക്ക് ഒരിക്കലും ഒരു പേടി തോന്നത്തില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും. ഒരിക്കലും ഒരു ഭയം എന്ന സംഭവം എനിക്ക് എങ്ങും ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടുള്ളത് മുഴുവൻ തമിഴ്നാട് ഭാഗത്ത് അല്ലെ കർണാടകയൊക്കെ പോയ സമയത്ത് ശരിക്കും പേടി തോന്നിയിട്ടുണ്ട്. അങ്ങോട്ട് നേരെ ഒരു ബൈ റോഡ് പോകുന്നുണ്ട്, ചെറിയൊരു വഴി. അങ്ങോട്ടൊക്കെ പോയാൽ രസമായിരിക്കും അല്ലേ. നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്, റോഡ് താഴോട്ടാണ്. പക്ഷെ അങ്ങോട്ടൊരു കോൺക്രീറ്റ് റോഡ് കാണുന്നുണ്ട്. ഇങ്ങോട്ട് പോയി നോക്കണം, പ്രൈവറ്റ് റോഡ് വല്ലതും ആണോ? എന്താ രസം. ഇങ്ങോട്ടാ പോകുന്നു. അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? ഞാൻ ജസ്റ്റ് ഒന്ന് മേലോട്ട് കയറിപ്പോയി നോക്കി. എനിക്ക് അങ്ങോട്ട് ലയത്തിലേക്ക് അങ്ങനെയുള്ള റോഡായത് കേട്ടോ. ഞാൻ പിന്നെ അവിടെ തിരിച്ചിങ്ങ് ഇറങ്ങി. എന്ത് രസമല്ലേ. നമ്മൾ മണ്ണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് നമ്മളിങ്ങനെയാണ് വന്നത്. നമ്മളിതിന് താഴോട്ട് പോകാം. ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് റോഡ് പോകുന്ന അതേ എഫക്റ്റാണ്. നല്ല രസം. ഈ കണ്ട ദൂരം ഇത്രയും വന്നിട്ടും ജനവാസമേഖല എന്നുള്ള സംഭവം ഞാൻ കണ്ടത് ഇപ്പം ആ പാസ് ചെയ്ത സ്ഥലത്ത് ആ ഒരു ഏരിയ മാത്രമാണ്. അതിന് മുമ്പ് എപ്പോഴും ഒരു 5-6 വീട് കണ്ടു. അതല്ലാതെ ഈ കിലോമീറ്ററോളം ഈ സ്ഥലം നമ്മൾ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ആ ഒരു രീതിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, അതായത് പൂർണ്ണമായും നമുക്ക് ഈ ക്രൗഡ് വേണ്ട, ആളനക്കം വേണ്ട, തിരക്ക് വേണ്ട, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നേക്കാൻ ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്നവർ ഇവിടെ വീണ്ടും വരും. അതുപോലത്തെ ഒരു റൂട്ടാണ് ഈ വാളാടി. അതായത് കേക്ക് റോഡിൽ വാളാടി എന്ന സ്ഥലത്തു നിന്ന് വലത്തോട് തിരിഞ്ഞ്, അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ നമ്മൾ വാളാടിന് ഇടത്തോട് തിരിഞ്ഞു അവിടെ മുതൽ ഈ ചെങ്കര വഴി മുന്നോട്ടുള്ള ഈ വഴി എന്ന് പറയുന്നത് ഒരു അന്യായ വൈബുള്ള സ്ഥലം തന്നെ കേട്ടോ. അതായത് സംഭവം ഇതാണ്, ഇത്രേ ഉള്ളൂ. വളരെ നിശബ്ദമാണ്, ആളും എനക്കൊന്നും ഇല്ല. അത് തന്നെ വാളാടിയിൽ നിന്ന് ഇടയ്ക്കൂടെയുള്ള ഒരു റൂട്ട് കട്ടപ്പന ഭാഗത്തേക്ക് ആണെന്ന് കരുതി ഞാനോടത്ത് ഇവിടെയൊക്കെ സ്റ്റേയോ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഈ ഇത്രയും നേരം വന്നിട്ടും ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം 2 സൈഡിലും ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ എന്തിനും വീട് പോലും ഇല്ല. 2 സൈഡും കൃഷിയും ഈ ഏലത്തോട്ടങ്ങളും അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങളും ഒരു കാട് വൈബാണ് മൊത്തം. ഇനി കുറച്ചേരം ഇവിടെ നിൽക്കട്ടെ. അമ്പടാ എന്താ വ്യൂ.
അപ്പം ഞാൻ ലക്ഷ്യമാക്കി വന്ന ചെങ്കര കഴിഞ്ഞു എന്നാണ് ഇവിടെ ഒരു ബോർഡ് കണ്ടതിൽ എനിക്ക് തോന്നുന്നത്. ഇവിടെ തൊട്ടപ്പുറം വേറെ ബോർഡ് ഉണ്ടായിരുന്നു. അത് ചെങ്കര ബാക്കിലേക്ക് ചെങ്കര പുറകോട്ട് കാണിച്ചു 2 കിലോമീറ്റേഴ്സ്. അപ്പോൾ എനിക്ക് നമ്മൾ അതിലായിരിക്കും വന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചെങ്കര കഴിഞ്ഞു. കാഴ്ചകൾക്ക് ഒരു ക്ഷാമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ സ്ഥലത്താണ് എപ്പോഴും നിൽക്കുന്നത്. ഒരു കുറവുമില്ല കാഴ്ചകൾക്ക്. ഇനിയും അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ ഒരു യാത്ര ഉദ്ദേശിച്ചത് KK റോഡിൽ നിന്ന് ആ പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇവിടം വരെയുള്ള 10-18 കിലോമീറ്റർ ചെങ്കര വരെയുള്ള റൂട്ട് കാണിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. സൂപ്പർ റോഡായിരുന്നു, സൂപ്പർ കാഴ്ചകളുമായിരുന്നു. ആളാനൊക്കെന്ന് പറയുന്നത് ഇല്ലേ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നല്ല സമാധാനത്തോടെ കയറി ഇറങ്ങി ഇരുന്നും കിടന്നൊക്കെ ഞാൻ പോന്നു. ഇനി ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ ഉണ്ട് വാഗമണ്ണ്. ഒരു 2-3 കിലോമീറ്റർ അപ്പോഴാണ് ചെങ്കര കഴിഞ്ഞു. അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു യാത്രയും അതിൻ്റെ ഒരു വീഡിയോ എന്നാണെന്നറിയത്തില്ല. അതുവരെ എല്ലാവർക്കും ബൈ.